മൊയ്ലുവമ്മേ, എനിക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയായോ? പെട്ടെന്ന് കൊണ്ടുപോകാൻ എത്ര നേരം പാത്രോട് വെച്ചോണ്ട് നിൽക്കുന്നു. മൊയ്ലു, രാവിലെ കാപ്പി എന്തോന്നാണ്? ഒന്നും പറഞ്ഞില്ല. മൊയ്ലുവമ്മ എന്നെ മിണ്ടിയില്ല. അങ്ങനെ പിന്നെ രാവിലെ മൊയ്ലുവമ്മ എനിക്ക് 2 മുട്ട കവിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പൊ കാലത്തെ മുട്ടയിൽ തന്നെ തുടങ്ങാം. മൊയ്ലുവമ്മ പെട്ടെന്ന് കൊണ്ടുപോയി. എനിക്കാണെങ്കിൽ മോനം അടിച്ചിട്ട് ഇരിക്കാനും വയ്യ. നല്ല ചൂട് മുട്ട, കൊള്ളാം, നല്ല രുചിയുണ്ട്. എന്താണെന്നറിയില്ല, രാവിലെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ മുട്ടയൊക്കെ നല്ലപോലെ കഴിച്ചു കേട്ടോ. ഇനിയിപ്പം അങ്ങോട്ട് വളർന്ന പ്രായമല്ലേ, അപ്പൊ നല്ല പ്രോട്ടീൻ ആഹാരമൊക്കെ കഴിക്കണം. കുറച്ചുകൂടെ ഒന്നും ആയിട്ട് വേണം ജിമ്മിലൊക്കെ ഒന്ന് പോവാൻ. അങ്ങനെ പിന്നെ ആ 2 മുട്ടയും ഞാൻ നല്ല രുചിയോടുകൂടി തിന്ന് തീർത്തു കേട്ടോ. അങ്ങനെ പിന്നെ എന്റെ മുഖമൊക്കെ നല്ലപോലെ ഞാൻ നാക്കിട്ടൊക്കെ നല്ല തൊളിച്ച് വൃത്തിയാക്കി പിന്നെ നല്ല ഇളം ചൂടുവെള്ളമാണ് രാവിലെ കുടിച്ചത്. അതിനുശേഷം മൊയില് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കൈ തരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പം വളർന്നു വരുന്തോറും എനിക്ക് ഇത്തിരി ചെറിയ കുസൃതിയ കൂടി വരുന്നുണ്ട്. ഞാൻ പിന്നെ എത്ര ആഹാരം കഴിച്ചില്ല, എന്റെ ശരീരം ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ മൊയിലിന് വഴക്കുറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു ദിവസം ഞാൻ നല്ല നോയിക്കൂ, നല്ല തടിയൊക്കെ വെച്ച് കൊടുത്തിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ ഷേക്കാൻ്റെ കൊടുത്താനൊക്കെ പഠിച്ചു കേട്ടോ. കുറേ ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയത്. എന്നാലും ഇടയ്ക്ക് ഒരു കടി വെച്ച് കൊടുക്കാനൊക്കെ തോന്നും മൊയ്ലുവിന്. അങ്ങനെ പിന്നെ കുറച്ചു നേരം ഞാനും മൊയ്ലുവൊക്കെ അവിടെ ഇരുന്ന് തളിച്ചോണ്ടിരുന്നു. കാര്യം ഈ ഇടയ്ക്കിടയ്ക്കല്ലേ മൊയ്ലുവിനെ കൈ കിട്ടുന്നത്. അപ്പം ചെറിയ കടി കൊടുക്കാനൊക്കെ തോന്നും. എന്നാലും ഞാൻ മൊയ്ലുവിൻ്റെ കൂടെ അങ്ങനെ കളിച്ച് അവിടെ കിടന്നു. ഇപ്പൊ പിന്നെ ഞാൻ ഓരോന്നൊക്കെ പഠിച്ചു വരുന്നുണ്ട് കേട്ടോ. ഷേക്കൻഡ് കൊടുക്കാനും എണീറ്റ് നിൽക്കാനും ഒക്കെ പയ്യെ ഓരോന്നായിട്ട് ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു സാധനം കൊണ്ടുവന്നു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാൻ അതും ആസ്വദിച്ച് കഴിച്ചു. നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് ഇത്. ഇന്നാലും മൊയിലും എനിക്ക് വേറൊരു മണം വാങ്ങിച്ചു തന്നത്. അതും കൊള്ളായിരുന്നു. ഇതും കൊള്ളാം, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ കടകൂടായിട്ട് അതിനൊക്കെ ചവച്ച് പൊട്ടിച്ച് തിന്നു. ഞാൻ പിന്നെ മൊയിലുൻ്റെ അടുത്ത് പറഞ്ഞു, മൊയിലു കൊള്ളാം, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. മൊയിലുവിന് ആണെങ്കിൽ വന്ന് 2 എടുത്ത് കഴിച്ചോ, കുഴപ്പമില്ല, ഞാൻ തരാം. അങ്ങനെ മസിലിനുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ സ്കിന്നിനുള്ള ഫുഡാണ് കഴിച്ചത്. മൊയില് പറഞ്ഞ നല്ല ഗ്ലാമറായിട്ടൊക്കെ ഇരുന്നോണം, ഇനി ചുള്ളനായിട്ട് വരേണ്ടതാണ് അങ്ങോട്ട്. 2 ക്യാരറ്റൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരുന്നോണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആ ക്യാരറ്റ് മൊത്തം ഞാൻ തിന്നു കേട്ടോ. മൊയിലുമ്മ പാവം എനിക്ക് പാത്രത്തിൽ ഇട്ട് തരണതിന് വേറെ ഓരോന്നായിട്ട് എന്റെ വായിലാണ് വെച്ച് തരണം. അങ്ങനെ അതൊക്കെ തിന്നും കൊണ്ട് ഞാൻ അങ്ങനെ കിടന്നോട്. ഇപ്പൊ പിന്നെ ഞാൻ ഓരോ സ്റ്റൈലിൽ കിടന്നേ തിന്നോളൂ. മൊയിലു പറഞ്ഞായിരുന്നു ഏത് ജീവിത സാഹചര്യത്തിലും കിടന്ന് കഴിച്ചോണം. ഞാൻ പിന്നെ അതൊക്കെ അതേപടി അനുസരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് നല്ല ചിക്കൻ ചോറ് കൊണ്ടുവന്നായിരുന്നു. ചിക്കനും ചോറും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതും നല്ലപോലെ കഴിച്ചു കേട്ടോ. ചിക്കനും ചോറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ജിമ്മയിലൊക്കെ പോകണമല്ലേ, ചിക്കനൊക്കെ കഴിച്ച് നല്ല സെറ്റാക്കണം. പിന്നെ അതിനുശേഷം മൊയിലു എന്നെ ബൈക്കിൽ ഇരുത്തിയുള്ള പരിശീലനം വരുന്നു. മൊയിലുവിന് എന്തൊക്കെ പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്നെ ഇരുത്തി ബൈക്കിലൊക്കെ എന്നെ കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ടോ മൊയിലു. ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബൈക്കിൽ കയറി ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ബൈക്കിൽ എങ്ങനെ ഇരിക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പം മൊയിലു എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നായിരുന്നു. ഇങ്ങനെയൊക്കെ കാലൊക്കെ വെച്ച് ഇരിക്കണം, കൈയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണം, ഫ്രണ്ടിലോട്ട് നോക്കി തന്നെ ഇരിക്കണം, മറിഞ്ഞ് സൈഡിലോട്ടൊന്നും ചെന്ന് വീഴരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞോണം എന്നൊക്കെ പറഞ്ഞ് മൊയിലു എനിക്ക് കുറച്ച് ട്രെയിനിങ് ഒക്കെ തന്നു ആദ്യം. അതിനുശേഷം എൻ്റെ പേടിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് മൊയിലു എന്നെ അങ്ങനെ കുറച്ചേരം എടുത്തിരുന്നു. എന്നിട്ട് ചോദിച്ചു, പേടിയൊക്കെ എന്താ, ടെൻഷനൊക്കെ എന്താ, പേടിക്കണ്ട, പിടിച്ചിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു കുറച്ചു നേരം. ഞാൻ പിന്നെ അതിന്റെ മേളിൽ കയറി അങ്ങനെ നോയിക്കൊണ്ടിരുന്നു. നല്ല രസമുണ്ട് എന്റെ മേളിൽ ഇങ്ങനെ ഇരുന്നു. ഒരു പിന്നെ എന്റെ നേരത്ത് തയ്യച്ച് കുറച്ചിടാൻ അങ്ങനെ നോയിക്കൊണ്ടിരുന്നു. ഇനി പേടിയല്ലോ ഉണ്ടോ, ഹാർട്ട് ബീറ്റ് കൂടണോ, ടെൻഷൻ ആണോ എന്നൊക്കെ നോക്കി. എന്നിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് പയ്യെ എന്നെ ഒന്ന് ഫ്രണ്ടിലോട്ട് എടുത്ത് നോക്കിയേട്ടോ. ഞാൻ വണ്ടിയിൽ നിന്ന് പേടിച്ചെടുത്ത് ചാടുമില്ല. ഞാൻ അങ്ങനെ സൂക്ഷിച്ചിരുന്നു. ഞാൻ എന്നിട്ട് മൊയിലിൻ്റെ അടുത്ത് പറഞ്ഞു, മൊയില് കൊള്ളാൻ കേട്ടോ, നല്ല രസമുണ്ട് ഇരിക്കാൻ. എന്നിട്ട് പിന്നെ മൊയില് ബാക്കിലോട്ട് വണ്ടി കുറച്ചുകൂടെ കൊണ്ടുപോയി. ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് പിന്നെയും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് നോക്കി. ഇനി ഞാൻ വണ്ടിയിൽ നിന്ന് അങ്ങനെ എടുത്ത് ചാടുവോ, ഇനി മൊയിലുവിനെ കൊണ്ടുപോകുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ എല്ലാം മൊയില് നോക്കിയായിരുന്നു. വണ്ടി നിർത്തിയതിനു ശേഷം മൊയിലിൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞാൻ പറഞ്ഞു, കൊള്ളാം, നല്ല രസമുണ്ട്, നമുക്ക് ദൂരോട്ടൊക്കെ പോകണം. അപ്പം മൊയില് പറഞ്ഞു, അതൊക്കെ തന്നെ എൻ്റെ മനസ്സിലെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. എന്നിട്ട് ഞാൻ മൊയിലിൻ്റെ അടുത്ത് പറഞ്ഞു, മൊയിലു എനിക്ക് വണ്ടി ഓട്ടിക്കാൻ പഠിക്കണം കേട്ടോ, ലൈസൻസൊക്കെ എനിക്ക് കൊടുക്കണം, എനിക്ക് ഇതേപോലെ മൊയിലുവിനെ ദൂരെ എടുത്ത് കൊണ്ടുപോകാമല്ലോ. അപ്പം മൊയിലുവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഭാര്യയും മോനും ഉള്ളതാണ്, എനിക്കും ജീവിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ ശരി. എനിക്കാണെങ്കിൽ ബൈക്കിലും കാറിലും കയറി തന്നെ എനിക്ക് തിരിച്ചിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് കറങ്ങാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് മൊയിലുവിന് നല്ലപോലെ തന്നെ അറിയാം. അങ്ങനെ പിന്നെ കുറച്ചു നേരത്തെ പരിശീലനത്തിന് ശേഷം മൊയിലുവിനെ പയ്യങ്ങ് താഴെ ഇറങ്ങി. അങ്ങനെ പിന്നെ ഞാൻ മനസ്സോട് താഴെ ഇറങ്ങി. എന്റെ മനസ്സിന്റെ വിഷമം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. മൊയിലു എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആൻസറിനോടുകൂടി ഇരുന്നപ്പോഴത്തേക്കും മൊയിലു എനിക്ക് ആ കടകുരു പൊട്ടുന്ന സാധനം കൊണ്ടുവന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അതിന്റെ മണോടിയ ഭയങ്കര കൊതിയാണ്. പോരാത്തന്നെ നല്ല ടേസ്റ്റും അല്ലേ തിന്നെ. ഞാൻ പിന്നെ മൊയിലിനോടുള്ള സ്നേഹം കാണിച്ച് പയ്യെ അതങ്ങ് വാങ്ങിച്ച് തിന്നു. അങ്ങനെ മൊയിലിൻ്റെ അടുത്ത് പറഞ്ഞ് വാങ്ങി തിന്നണേക്ക് കൊള്ളാം, മണം അടിച്ചിട്ട് എൻ്റെ വെള്ളം കൂടെ കടിച്ച് പറിച്ചെടുക്കല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ മൊയിലും എനിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ തന്ന ആ വെള്ളമൊക്കെ കുടിച്ചും കൊണ്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ
മൊയ്ലി ചാണ്ടോടുള്ള കളിയായിരുന്നു. അങ്ങനെ വന്ന കുപ്പിയൊക്കെ തട്ടിയിട്ട് നമ്മൾ കുറച്ചേരം കളിച്ചോളം നിന്നു. അങ്ങനെ പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് നല്ല ചൂട് ചിക്കൻ ചോറ് കൊണ്ടുവന്നു. അതും കഴിച്ചും കൊണ്ട് പിന്നെ ഞാൻ നല്ലപോലെ കിടന്ന് ഉറങ്ങി കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസമൊക്കെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ എന്നെയും മൊയ്ലുവിനെയും മൊയ്ലുചേട്ടനെയും മൊയ്ലുമ്മേനെയൊക്കെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. പോയി കിടന്നുറങ്ങും എല്ലാവരും. ശരി.